ഞങ്ങൾ വ്യാപാരികളിവിടെ സുഗമ സഞ്ചാര സമരം എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തി എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതല്ല ഇപ്പോൾ നമ്മൾ ഇന്ന് ആലോചിക്കുന്നത്. ഇന്ന് ആലോചിക്കുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ ഓണക്കാലമൊക്കെ വരുമ്പോൾ അങ്കമാലി ബ്ലോക്കാവും, അങ്കമാലി വല്ലാത്ത വീർപ്പുമുട്ടിലാവും. അപ്പോൾ ഞങ്ങളെ വ്യാപാരികളെ തന്നെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം ഞങ്ങളുടെ അങ്കമാലി പട്ടണം സ്തംഭിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും അങ്കമാലിക്കാർ പോലും അങ്കമാലി ടൗണിലേക്ക് വരില്ല. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ പറയാനുള്ളത്, താൽക്കാലികമായിട്ട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ അങ്കമാലി ടൗണിൽ എത്രയും മുമ്പ് തന്നെ വണ്ടികൾ തിരിഞ്ഞു പോകുന്നൊരു സംവിധാനം ചെയ്യണം. അതായത് ഇപ്പോൾ മറ്റൂർ വെച്ച് തന്നെ തിരിയാം, വേണമെങ്കിൽ മറ്റൂർ തിരിയാം. അതുപോലെ തന്നെ കിടങ്ങൂർ റോഡിൽ തിരിയാം. അവിടെ BMBC ലെവലിൽ റോഡ് തന്നാക്കിയിട്ടുണ്ട്. അതിലെ നമുക്ക് വടക്കേ കിടങ്ങൂർ കൂടി അല്ലെങ്കിൽ മൂക്കന്നൂർ കൂടി നമുക്ക് ആ വഴിക്ക് കൂടി നാഷണൽ ലെവലിൽ എത്താം. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുമ്പോൾ അതിന് സൂചനാ ബോർഡ് വയ്ക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ മൊത്തം ബ്ലോക്കാണ്. തൃശ്ശൂർ ടൗണിലേക്ക് പോകണമെങ്കിൽ വേറെ പല വഴികളിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും തിരിയേണ്ടിടത്തൊക്കെ തൃശ്ശൂർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ ഹൈവേ 544 എന്നുള്ള സൂചനാ ബോർഡ് കൊടുത്ത് നമുക്ക് NC റോഡിൽ നിന്ന് വരുന്ന വണ്ടികളെ ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് ഹൈവേയിലേക്ക് കയറ്റി വിടാം. അതുപോലെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികൾ, ആലുവ ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ എളവൂർ സൂചനാ ബോർഡ് കൊടുത്ത്, എളവൂർ റോഡിൽ സൂചനാ ബോർഡ് കൊടുത്ത് നമുക്ക് അതിലെ തിരിച്ചു വിടാം. അതുപോലെ തന്നെ ആലുവയിൽ നിന്ന് വരുന്ന വണ്ടികളെ മേക്കാട് ഭാഗത്ത്, നെടുമ്പാശ്ശേരി മേക്കാട് ഭാഗത്തും തിരിച്ചുവിടാം. അങ്കമാലി ടൗൺ ടച്ച് ചെയ്യാണ്ട് പോകാനായിട്ട് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ വെറുതെ പോകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ റൂട്ടിൻ്റെ മാപ്പ്, അതുപോലെ തന്നെ സൂചനാ ബോർഡ്, ഇതൊക്കെ നമ്മൾ അവിടെ സ്ഥാപിക്കണം. ഇത് സ്ഥാപിക്കാനായിട്ട് നമുക്കറിയാം ഇപ്പോൾ സർക്കാർ കാര്യങ്ങൾ പെട്ടെന്നൊന്നും നടക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്നദ്ധ സംഘടനകളുണ്ട്. ഇവിടെ അങ്കമാലിയിൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സന്നദ്ധ സംഘടനകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുന്നുണ്ട്. ഈ കാര്യം ചെയർമാനും ഇവിടുത്തെ അധികൃതരും പോയി അറിയിച്ചാൽ അവരൊക്കെ ഇതിന് തയ്യാറാവും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് ആദ്യമായിട്ട് വയ്ക്കാനുള്ളൊരു നിർദ്ദേശം. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ അങ്കമാലിയിൽ ബ്ലോക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം, പ്രൈവറ്റ് ബസ്സിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ ചെറിയ പോരായ്മകൾ ഞാൻ പറയും. അതായത് ഞാൻ പറയണത്, നമ്മുടെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ, ബ്ലോക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യരുത്. ഏത് റോഡിൽ ബ്ലോക്ക് വന്നാൽ അവിടെ നിന്ന് പിന്നെ ഒരു വണ്ടിയെയും ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കരുത്. ഞാൻ പ്രൈവറ്റ് ബസ്സുകാരും പറഞ്ഞത്, സാധാരണഗതിയിൽ ബ്ലോക്ക് വന്നാൽ ആദ്യം തെറ്റിച്ച് വണ്ടി കയറുന്നത് പ്രൈവറ്റ് ബസ്സാണ്. പ്രൈവറ്റ് ബസ് റോങ് സൈഡ് കയറുന്നതോടുകൂടി അതിൻ്റെ പിന്നാലെ ഒരു 5-6 വണ്ടികൾ അതിൻ്റെ പിന്നാലെ കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ ഇരട്ടി ബ്ലോക്കാവും. ഒരു 15 മിനിറ്റ് കൊണ്ട് തീരുന്ന ബ്ലോക്ക് 1 മണിക്കൂർ കഴിഞ്ഞാലും തീരില്ല. അപ്പോൾ അത് കർശനമായിട്ട് പോലീസ് അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുകയും, അതായത് ഒരു വണ്ടി റോങ് സൈഡ് കയറിയാൽ ആരുടെ വണ്ടിയായാലും വണ്ടി അവിടെ തടയാനോ അല്ലെങ്കിൽ ആ വണ്ടീനെ മാറ്റി നിർത്താനോ ഉള്ളൊരു നിർദ്ദേശം വെച്ചാൽ ബ്ലോക്കിൻ്റെ സമയം ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു നിർദ്ദേശം. പിന്നെ ഞങ്ങളിവിടെ പറഞ്ഞു, ഈ ഓണക്കാലമായിട്ട് ഒരു 10 ട്രാഫിക് പോലീസിനെങ്കിലും അഡീഷണലായിട്ട് ഇപ്പോൾ ഉള്ളവരെ കൂടാതെ നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണാണ്, MC റോഡ് NH സന്ധിക്കുന്ന ടൗണാണ്. ഇത്രയും ബ്ലോക്കും പ്രശ്നങ്ങളും ഇത് കഴിഞ്ഞാലും തൃശ്ശൂർക്ക് പോകാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ മൊത്തം നട്ടം തിരികെയാണ്. പേപ്പറുകളിലൊക്കെ വാർത്ത വന്നതാണ്. അങ്കമാലിക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരു 10 ട്രാഫിക് പോലീസിനെ തരണം എന്ന് ആവശ്യപ്പെടുക. അവിടെ ട്രാഫിക് യൂണിറ്റ് ഉണ്ടായിരുന്നതാണ്, അത് പിന്നീട് മാറിപ്പോയി. അതാവശ്യപ്പെട്ടാൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. പിന്നെ എനിക്ക് ഞാൻ വേഗം പറയാം, അധികം നേരം എടുക്കണില്ല. ഈ നമ്മുടെ ഓൾഡ് ട്രഷറി റോഡില്ല, ആനന്ദവൻ്റെ മുമ്പിലുള്ള ആ റോഡ് 1 വേ ആകണം. ആ റോട്ടിൽ നിന്ന് ഒരു കാരണവശാലും വണ്ടികൾ അങ്ങോട്ട് കയറരുത്. അവിടെ നിന്ന് വണ്ടികൾ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരുന്ന വണ്ടി ലെഫ്റ്റ് എടുത്ത് ടൗണിൽ കൂടെ വരണം, എവിടെയെങ്കിലും പോകണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം തന്നെ. കാരണം ട്രഷറി റോഡിൽ നിന്ന് വണ്ടികൾ അങ്ങോട്ട് കയറുമ്പോൾ നമ്മുടെ MC റോഡ് ബ്ലോക്ക് ചെയ്യാണ്. അപ്പോൾ ട്രഷറി റോഡ് 1 വേ ആക്കണം. അതുപോലെ അവിടെ നിന്ന് വരുന്ന വണ്ടികൾ, ട്രഷറി റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾ ലെഫ്റ്റ് എടുത്ത് പോകണം. അവരവിടെ റൈറ്റ് തിരിയരുത്. ലെഫ്റ്റ് എടുത്തിട്ട് പോയിട്ട് അവർക്ക് എവിടേക്ക് പോകട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ പോകണമെന്ന് ചോദിക്കണം. ഓൾഡ് ട്രഷറി റോഡിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പിന്നെ ടൗണിൽ ജംഗ്ഷനിൽ തിരക്ക് കൂടുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MC റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ഹൈവേ കൂടെ പാസ് ചെയ്യുന്ന വണ്ടികൾക്ക് സമയം കൂടുതൽ കൊടുത്തിട്ടുണ്ട് അവിടെ സിഗ്നലിൽ. അപ്പോൾ സിഗ്നലിൽ ആ സമയം കുറച്ചും കൂടി, കാരണം MC റോഡിലും വണ്ടി ഒട്ടും കുറവല്ല. MC റോഡിൽ നന്നായിട്ട് വണ്ടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് ടൈം കട്ട് ചെയ്യുമ്പോഴത്തേനും ഇവിടുത്തെ ക്യൂ തീരണില്ല, അവിടെ ബ്ലോക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സാധിക്കുമെങ്കിൽ അതിന് ടൈം കുറയ്ക്കുക. അതുപോലെ തന്നെ പീക്ക് ടൈമിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പീക്ക് ടൈമിൽ മൊത്തം സ്തംഭിച്ചു, പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കൽ ഇതുപോലെ പീക്ക് ടൈമിൽ സിഗ്നലൊന്നും വർക്ക് ചെയ്യണില്ല, എല്ലായിടവും ബ്ലോക്കായി നിൽക്കുന്ന സമയത്ത് ട്രാഫിക് പോലീസ് നമ്മുടെ
മൂവിയാണ് പോലീസിലല്ലോ, അവർ വന്ന് വാർഡിനെ താഴേക്ക് ഇറക്കി അവർ ഈ പറഞ്ഞ പോലെ അവിടെ ഇറങ്ങി നിയന്ത്രിച്ചു. മൊത്തം ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പോലീസ് എക്സ്ട്രാ പോലീസ് വന്ന് അവിടെ നിയന്ത്രിക്കേണ്ട ബ്ലോക്ക് തീരില്ല. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ആലോചിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ടി ബി ജംഗ്ഷനിൽ ഒരു സിഗ്നൽ സംവിധാനം നമ്മൾ കൊണ്ടുവരണം. ടി ബി ജംഗ്ഷനിലും ആകെ കൺഫ്യൂഷനാണ്. അവിടെ വാർഡന്മാരോ പോലീസോ നിൽക്കുകയാണെങ്കിൽ ഒരുവിധം കൺട്രോൾ ചെയ്ത് പോകും. അല്ലെങ്കിൽ ടി ബി ജംഗ്ഷനിൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ആർക്കാണ് ആദ്യം പോകേണ്ടതെന്നുള്ളത് ഒരു പിടിയും കിട്ടില്ല. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, ഡ്രൈവിങ്ങിലും മിടുക്കുള്ളവൻ കുത്തി കയറി പോകും. അപ്പോൾ ആ ടി ബി ജംഗ്ഷനിൽ ഒരു സിഗ്നൽ സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമോ, അല്ലെങ്കിൽ അവിടെ ഈ ഓണക്കാലത്ത് ഇപ്പോൾ സിഗ്നലൊന്നും പോരില്ലല്ലോ, അപ്പോൾ അവിടെ പ്രത്യേകം പോലീസിനെ നിയന്ത്രിക്കണം. അത് അവിടെ ബ്ലോക്ക് ആകുമ്പോൾ എല്ലാം ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്കിപ്പോൾ ഒരു നിയമമുണ്ട്, ഒരു വണ്ടിയും മെയിൻ റോഡിലേക്ക് പുറകോട്ട് ഇറക്കരുതെന്നൊരു നിയമമുണ്ട്. പക്ഷേ ഞാൻ സ്ഥാപനങ്ങളുടെ പേര് പറയുന്നില്ല, നമ്മുടെ അങ്കമാലിയിൽ ഞങ്ങളുടെ വ്യാപാരികളടക്കം ഞങ്ങളും അത് ശ്രമിക്കാം. വണ്ടി പൊറോട്ട ഇറക്കുന്നുണ്ട്. പൊറോട്ട റോഡിലേക്ക് ഇറക്കുമ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് പോകും ഒരു വണ്ടി പൊറോട്ട ഇറക്കുമ്പോൾ. അപ്പോൾ ഒരു കാരണവശാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പൊറോട്ട ഒരു വണ്ടി എടുക്കാൻ സമ്മതിക്കരുത്. റോഡിലേക്ക് മുൻപോട്ട് ഇറക്കണം. അതിപ്പോഴത്തെ നിയമമാണത്, മുൻപോട്ട് ഇറക്കാവൂന്ന്, അല്ലെങ്കിൽ ഫൈൻ അടിക്കാം. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇടറോഡുകളിലൂടെ പോകുമ്പോൾ അതിന് വ്യക്തമായിട്ടൊരു മാപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഒരു നീല കളറിലോ റെഡ് കളറിലോ ഏതിലേക്ക് കടന്നു പോകണമെന്ന്. ചിലപ്പോൾ ചിലർക്ക് സമയമുള്ളവർക്ക് അത് നിർത്തി വായിച്ചു നോക്കി മുഴുവൻ മനസ്സിലാക്കിയിട്ട് കടന്നു പോകാൻ പറ്റും. മാപ്പൊക്കെ ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു പാടുമില്ല. ഈ റോഡുകളെയൊക്കെ കാണിച്ച് എങ്ങനെ കടന്നു പോകും, തൃശ്ശൂർ റോഡിലേക്ക് അങ്ങനെ പോകും, അല്ലെങ്കിൽ ഇളവൂരിൽ നിന്ന് എങ്ങനെ തിരിഞ്ഞു പോകും എന്നുള്ളൊരു മാപ്പ് തയ്യാറാക്കി ആ ഭാഗത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ, അതും ഞാൻ ഇനി പറഞ്ഞ പോലെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി പൈസയുടെ ചിലവും സാങ്ഷൻ എടുക്കാൻ സമയമൊക്കെ എടുക്കും. സന്നദ്ധ സംഘടനകളെ ഏൽപ്പിച്ചാൽ ആ ഐഡിയ പറഞ്ഞു കൊടുത്താൽ അവരത് സ്ഥാപിക്കും ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു റെഡ് ലൈൻ ഉണ്ടെങ്കിൽ ഏതൊക്കെ ജംഗ്ഷനിൽ കൂടെ കടന്നു പോകണമെന്ന് വ്യക്തമായിട്ട് ആളുകൾക്ക് പിടികിട്ടും. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇവിടെ ഈ അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിയേണ്ട വാഹനങ്ങളുണ്ടല്ലോ, ആ വാഹനങ്ങൾ അങ്ങാടിക്കടവ് ജംഗ്ഷനിൽ തിരിയാതെ നമ്മുടെ മുനിസിപ്പൽ മാർക്കറ്റിൽ കൂടെ കടന്നു പോകാമല്ലോ. പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ വരുമ്പോൾ അവന് ഈ സിഗ്നൽ കാത്ത് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ മുനിസിപ്പൽ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ അവന് കയറി പോകാം. ചെറിയ വണ്ടികൾക്കൊക്കെ മിക്കവാറും കടന്നു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം, അവിടെ തിരിഞ്ഞു പോകുക, അങ്ങാടിക്കടവ് ഭാഗത്തേക്ക് തിരിയേണ്ടവർ ഇവിടെ തിരിയുക എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പൽ മാർക്കറ്റിൽ കൂടെ കയറി പോകാം. അപ്പോൾ ഈ ബ്ലോക്കിൽ പോയി ചെന്ന് കിടക്കണ്ട, വട്ടം വണ്ടികൾ അവിടെ ബ്ലോക്ക് ആവില്ല. അങ്ങനെ ഒരു സജഷൻ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ചെയർമാനോടെ പറഞ്ഞു, ഞങ്ങൾ വ്യാപാരികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഓണക്കാലത്തേക്ക് 2 ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ 3 ആഴ്ചത്തേക്ക് ഞങ്ങളിവിടെ എല്ലാ പാർക്കിംഗ് ഏരിയയും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അവിടെ ആർക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാം. ആ പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. സംഘടനയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരവിടെ പാർക്ക് ചെയ്തിട്ട് ആ പാസ് കൊണ്ടുവരണം. പാസ് കൊണ്ടുവന്നാൽ ഞങ്ങൾ പൈസ തിരിച്ചു കൊടുക്കും. ഇവിടെ ഞങ്ങളെ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ തരാം. കടകളിൽ വന്നവരായാലും എവിടെ വന്നവരായാലും ഈ പാസ് കൊണ്ടുപോകാം. കടകളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ കടകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി നിർത്തുപോയി പറഞ്ഞു. അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് ആ പാസ് കൊണ്ടുവന്നാൽ ആ പൈസ ഞങ്ങൾ ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംഘടന ഒരു സൗകര്യം ചെയ്തു തരാം. ഞങ്ങളത് ഒരു നിർദ്ദേശം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ബൈബിച്ചു ഞങ്ങൾ അങ്ങനെ ഒരു കടകളിലേക്ക് കൊടുത്ത കടകളിൽ നിന്നും അത് റീപേ ചെയ്യും. ഏത് കടയിൽ കൊടുത്താലും ആ പൈസ തിരിച്ചു കൊടുക്കാം. അത് വ്യാപാരി വ്യവസായം പിന്നെ കടക്കാർക്ക് ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ ഞങ്ങൾ എല്ലാ വർഷവും മർച്ചൻ്റ് അസോസിയേഷൻ ഈ വാർഡന്മാരുടെ ശമ്പളം 2-3 ആഴ്ചത്തേക്ക് 1 മാസത്തെ ശമ്പളം ഞങ്ങൾ 2 പേരുടെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ സർക്കാരിന് പൈസയില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എക്സ്ട്രാ വാർഡന്മാരെ വയ്ക്കുകയാണെങ്കിൽ അവരുടെ ശമ്പളവും ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാം. ഇനി എനിക്ക് ലാസ്റ്റ് പറയാനുള്ള ഒറ്റ കാര്യം, അത് എളുപ്പമുള്ള കാര്യമല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാണ്, നമ്മുടെ ടൗണിലെ ഏറ്റവും ബ്ലോക്കിൻ്റെ കാര്യം ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ നിരന്ന് ഇപ്പോൾ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം 25 ഓട്ടോറിക്ഷ ഏർപ്പെടും. ഞാൻ പെണ്ണി നോക്കി, ഒരു 10 ഓട്ടോറിക്ഷ കൊള്ളേണ്ട ആവശ്യമില്ല. 10 ഓട്ടോറിക്ഷ കഴിയുമ്പോൾ ഓട്ടോറിക്ഷകൾക്ക് എല്ലാത്തിനും ഒരു കോമൺ പൂള് കൊടുക്കുക. ഒരു കോമൺ പൂള് നമ്മളെല്ലാവരും കൂടി കണ്ടെത്തി അവിടെ എല്ലാ സ്റ്റാൻഡിലും ഓട്ടോറിക്ഷകൾ അവിടെ വന്ന് കിടക്കാം. 10 ഓട്ടോറിക്ഷ, ഇപ്പോൾ ഇവിടെ 10 ഓട്ടോറിക്ഷ വേണമെങ്കിൽ 10 ഓട്ടോറിക്ഷ കഴിഞ്ഞ ഒരു 8 പോകുമ്പോൾ അടുത്ത് വന്നോട്ടെ, ഒരു 5 എണ്ണം പോയി കഴിയുമ്പോൾ അടുത്ത 5 എണ്ണം വരട്ടെ. അതുപോലെ ഏത് സ്റ്റാൻഡിലും LFൻ്റെ മുമ്പിലായാലും
ഏത് ഭാഗത്തായാലും ഈ ഓട്ടോറിക്ഷകളെ നിയന്ത്രിക്കണം. കാരണം ഓട്ടോറിക്ഷകൾ ശരിക്കും അവർ ജീവിക്കാൻ വേണ്ടിയാണ്, അവരെ ഞാൻ കുറ്റപ്പെടുത്താനല്ല, അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരെ ഞാൻ പറഞ്ഞത് അവരെ കുറ്റപ്പെടുത്താനോ അവർ മോശക്കാരാന്നല്ല. നമ്മൾ പൊതുജനങ്ങൾക്ക് സൗകര്യം കൊടുത്തുകൊണ്ട് വേണം എല്ലാവരും മുന്നോട്ട് പോകാൻ. ഞങ്ങൾ വ്യാപാരികളായാലും പ്രൈവറ്റ് ബസ് ഓണേഴ്സ് ആയാലും ഓട്ടോറിക്ഷ ഡ്രൈവർമാരായാലും ഉപജീവനത്തിനുള്ളവരായാലും എല്ലാ സ്റ്റാൻഡിലും വണ്ടികളെ പരിമിതപ്പെടുത്തുക. അതൊക്കെ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പരിമിതപ്പെടുത്തി നമ്മളവിടെ 5 ഓട്ടോറിക്ഷ അല്ലെങ്കിൽ 10 ഓട്ടോറിക്ഷ, വലിയ സ്റ്റാൻഡാണെങ്കിൽ 10 ഓട്ടോറിക്ഷ, 5 ഓട്ടോറിക്ഷ പൊറിച്ച് കഴിയുമ്പോൾ ഒന്ന് ഫോൺ ചെയ്താൽ പോരെ. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ ഓട്ടോ ഡ്രൈവർമാരുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്. ഒരു 5 ഓട്ടോ കഴിയുമ്പോൾ ആ സ്റ്റാൻഡിൽ ഒരാൾ വിളിച്ചാൽ അടുത്ത 5 ഓട്ടോറിക്ഷ വരും. അപ്പോൾ നമ്മൾ എന്തിനപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒന്ന് കയറി വന്നെങ്കിൽ ഈ സ്റ്റാൻഡ് ഇവിടെ ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിന് വേണ്ടി പറഞ്ഞതല്ല, സ്റ്റാൻഡുള്ളത് വ്യക്തിപരമായിട്ട് എനിക്ക് ഗുണമാണ്. ഞാൻ പറയണേ പൊതുജനങ്ങളുടെ ആവശ്യം നോക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു വണ്ടി കയറി വരാനായിട്ട് അവിടെ കിടക്കാണ്, അവിടെ ബ്ലോക്കാവാണ്. ഓട്ടോറിക്ഷക്കാരുടെ അവരുടെയാണ് ആ റോഡ് മൊത്തം. അവരവിടെ തിരിച്ചു നിർത്തും, വളച്ച് നിർത്തും, അപ്പോൾ അവിടെ ബ്ലോക്കായി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരെ നിയന്ത്രിക്കണം. അവർക്ക് യൂണിയൻ ഉണ്ട്, അവിടെ ജനാധിപത്യമാണ്, അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാം. പക്ഷേ ഇതൊക്കെ നിയന്ത്രണങ്ങൾ എവിടെയും ആവശ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ വ്യാപാരി മർച്ചൻ്റ് അസോസിയേഷൻ എന്നുള്ള നിലയിൽ അതൊക്കെ പറഞ്ഞു. ഓ അപ്പോൾ ഞാനും ബിജു പൂപ്പത്തും ഞങ്ങൾ മർച്ചൻ്റ് അസോസിയേഷൻ റെപ്രസെൻ്റ് ചെയ്ത് ഇവിടെ വന്നു. ഞങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. എന്നെ കേട്ടതിന്